ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ പേജിലേക്കും ചാനലിലേക്കും സ്വാഗതം. ഈ ബ്ലോക്ക് കണ്ടിട്ട് എല്ലാവർക്കും ഈ സ്ഥലം എവിടെയെന്ന് പറയാൻ പറ്റുമോ? ഈ സ്ഥലം പെരുമ്പാവൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുമ്പോൾ കാലടി പാലം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഗാന്ധിപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. പാലം കയറുന്നതിന് തൊട്ട് മുന്നുള്ളൊരു ചെറിയൊരു ടേണിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ അവിടെയാണ് കണ്ടോ. എല്ലാവരും ക്യൂ എടുക്കുകയാണ്, വരിയായിട്ട് ക്യൂ എടുക്കുകയാണ് കണ്ടോ. ഒരു കാറാനും പയ്യെ വരി തെറ്റിച്ച് നിങ്ങൾ കയറി വേണ്ടി കേട്ടോ. ടാറ്റ ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ. അവിടെ കയറി പോയിട്ട് പെട്ടെന്ന് ആ പാലം കയറി പോകാൻ പറ്റുമോ? ഇല്ല. ആ മൂലയ്ക്ക് അവിടെ കൊണ്ട് നിർത്തും കണ്ടോ. അവിടെ കൊണ്ട് നിർത്തുവൻ. അപ്പോൾ കണ്ടോ, ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടോ ഓട്ടോമാറ്റിക്കലി അടുത്ത ആൾ ചെയ്തിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൾ ചെയ്തിരിക്കും. കണ്ടോ, എല്ലാവരും വന്നിട്ട് അവിടെ ആ പാലത്തിൻ്റെ ആ മൂലയ്ക്ക് കയറണോടത്ത് ഒന്നാമത് കുപ്പിക്കഴുത്ത് പോലെ അവിടെ ഇരിക്കണം. അവിടെ ചെന്ന് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും. പിന്നെ ഇങ്ങനെ അവിടെ നിന്നുള്ള വണ്ടികൾ ബ്ലോക്ക് ആകാനുള്ള പരിപാടി ആയിരിക്കും. കണ്ടോ, അതിങ്ങനെ നിൽക്കും ഇങ്ങനെ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. എത്ര നേരം എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യൂവിൽ കിടക്കണേ. എല്ലാവർക്കും ആവശ്യങ്ങളുള്ളതല്ലേ. എല്ലാവരുടെയും സമയത്തിന് വിലയില്ലേ? സമയത്തിൻ്റെ മാത്രം വിലയാണോ? ഇത്രയും ക്യൂവിൽ കിടക്കുന്നു. ഈ കിടക്കുന്ന വണ്ടികൾ ഏതെങ്കിലും ഒരു വണ്ടി ഓഫാക്കി കിടക്കണവരുണ്ടാവും. എല്ലാ വണ്ടിയും സ്റ്റാർട്ടിങ്ങിലാണ് എടുക്കുന്നത്. റെഡി എപ്പോൾ വേണേലും മൂവ് ചെയ്യാൻ റെഡി ആയിട്ട് എന്നുള്ള കണ്ടീഷനിൽ. ഇന്ധന നഷ്ടം, ഇതൊക്കെ എത്ര വണ്ടികളവിടെ നിർത്തിയിട്ടാണ്. എത്ര കാശിൻ്റെ ഇന്ധനം വെറുതെ നമ്മൾ പാഴാക്കി കളയണം. ഇതൊക്കെ നമ്മൾ അധ്വാനിക്കുന്ന പൈസയിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഗതി കെട്ടി കഴിയുമ്പോൾ പലരും പെട്ടെന്ന് എനിക്ക് പോകാമെന്നുള്ളൊരു കണ്ടീഷനിൽ അല്ലെങ്കിൽ എങ്ങനെയും പോകണം വേണ്ട ഒരു ആംബുലൻസ് വന്നിട്ടുണ്ടോ. എത്രയോ അത്യാവശ്യമായിട്ടായിരിക്കും ആ ഡ്രൈവർ ഇതിൽ കൂടെ കയറ്റി എടുത്തുകൊണ്ടുവന്നെ ഉണ്ടോ. അവിടെ നിൽക്കുക. ഇനി എപ്പോൾ കയറി പോകാനാണ് ആംബുലൻസ്? ഇതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. അധികൃതർ എത്രയും പെട്ടെന്ന് കാലടിയിലൊരു പുതിയ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാനുള്ളൊരു പരിപാടികളാണ്. കാര്യം പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയും വേഗം പൂർത്തിയാക്കി ഈ കാലടിയിൽ കുരുക്കഴിക്കണം. കാരണം പ്രത്യേകിച്ച് നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും ഈ എയർപോർട്ടിലേക്ക് വരുന്ന വണ്ടികൾ ഈ കോട്ടയം ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട ആ ഭാഗത്തു നിന്നൊക്കെ എയർപോർട്ടിലേക്ക് വരുന്ന വണ്ടികൾ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു വഴിയാണ് നമ്മുടേത്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ നിത്യസംഭവമായേക്കാണ് എയർപോർട്ടിൽ സമയത്തിന് എത്താൻ പറ്റുന്നില്ല എന്നൊരു പരാതി. നമ്മളുൾപ്പെടെ നേരിടുന്നൊരു വൻ പ്രശ്നമാണ് ഈ എയർപോർട്ടിൽ സമയത്തിന് എത്താൻ പറ്റുന്നില്ല. എല്ലാവരും എയർപോർട്ടിലേക്ക് വരുന്നവർ പെരുമ്പാവൂർ എത്തുമ്പോൾ ദയവായിട്ട് മാപ്പിലൊന്ന് നോക്കുക. എയർപോർട്ടിലേക്ക് ഇനി എന്തോരം ദൂരം കാണിക്കുന്നുണ്ട്, എന്തോരം സമയം എടുക്കുന്നു കാണിക്കുന്നുണ്ട്. അരമണിക്കൂറിനും ഒരു 40 മിനിറ്റിനും, അതായത് 30 മിനിറ്റിനും 40 മിനിറ്റിനും ഇടയ്ക്കുള്ള സമയം കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാം. അതല്ല 3/4 മണിക്കൂറിന് മേലെയാണ് കാണിക്കണമെങ്കിൽ ഒരിക്കലും വരാതിരിക്കുക, കാലിട്ട് ടച്ച് ചെയ്യാതിരിക്കുക. നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ വഴികളുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറേ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലം നോക്കി വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവൈരാണിക്കുളം അമ്പലമാണ്. ഒട്ടും അറിയാൻ പാടാത്തവർക്ക് പെരുമ്പാവൂരിൽ നിന്ന് ലെഫ്റ്റ് കൂടി തിരിയാനായിട്ട് തിരുവൈരാണിക്കുളം അമ്പലം ഡെസ്റ്റിനേഷൻ ഇടാം. ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിലെ ഡയറക്ഷൻ എല്ലായിടത്തും റോട്ടിൽ എയർപോർട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് തിരിയുക എന്നൊക്കെ പറഞ്ഞ് ഓരോ ബോർഡ് വെച്ചിട്ടുണ്ടാവും. കാര്യം ഇതുപോലത്തെ അത്രയും വലിയ വഴിയൊന്നും ആയിരിക്കില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റും. നമ്മൾ ബ്ലോക്കിൽ കിടാതെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറകുവശത്തായിട്ട് നമുക്കൊന്ന് കയറാൻ പറ്റും. ഏതാണ്ട് റൺവേയുടെ ആ സൈഡിൽ വഴിക്കട വന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആ വഴിയൊന്ന് ട്രൈ ചെയ്യാം. ഒരിക്കലും നമ്മൾ ഈ വഴിയിലൊന്നും പെടാൻ നോക്കരുത്. കാലടി പാലത്തിൻ്റെ അവസ്ഥയാണ്. പാലത്തിലേക്ക് കയറാനായിട്ട് ക്യൂ കിടക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഉണ്ടോ, വണ്ടിക്കാരൊക്കെ അങ്ങനെ കയറി വരാണ്. അങ്ങനെ കയറി വന്ന് അവർ പെട്ടെന്ന് കയറി പോകാൻ പറ്റുമായിരിക്കും. ഇനി അങ്ങനെ നേരത്തെ പോകാൻ പറ്റിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കയറി പോകണതായിരിക്കാം. മൊത്തം അവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇതിനിടയ്ക്കൊരു ചെറിയൊരു ബ്ലോക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് ചേരാനെല്ലൂർക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അവിടേക്കുള്ള വണ്ടികൾ തിരിയാനും പിന്നെ അവിടെ നിന്ന് കാലടിയിലേക്ക് പോകാനുള്ള വണ്ടികൾ കയറുമ്പോൾ ഇവിടെ ബ്ലോക്ക് ആവാണ്. അപ്പോൾ അതും ഇതിനൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഉണ്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്നവർ നോക്കി വന്നില്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ വഴിക്ക് പോകും. പിന്നെ നമുക്ക് പൈസ മുടക്ക്, അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം, അങ്ങനെയുള്ള പല നഷ്ടങ്ങളും. ഇന്ധന നഷ്ടം, സമയനഷ്ടം, വെയിൽ കൊള്ളണം ഈ റോട്ടിൽ കിടന്ന്. ഇപ്പോഴത്തെ ചൂടെല്ലാവർക്കും അറിയാലോ. വൈകുന്നേരം 5 മണിയായാൽ പോലും ശക്തമായിട്ടുള്ള ചൂടാണ്. ഒന്നിലിട്ട് വണ്ടി ഒന്നിലിട്ട് ഓടിക്കേണ്ട സ്ഥാനത്ത് ഇപ്പം 3 ഓടിക്കേണ്ട സ്ഥിതിയാണ്. അതുപോലത്തെ ചൂടാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലെയുള്ള ബ്ലോക്കിൽ കിടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കൊരു അനുഭവത്തിൽ വരണം, അപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ദയവായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ഒരു കാര്യത്തിൽ വർക്ക് സ്പീഡപ്പ് ആക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ചെറു വണ്ടികൾക്ക് പോകാൻ പറ്റിയൊരു റെയിൽവേയുടെ ഒരു പാലപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഇതിനൊക്കെ ഉപകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അന്വേഷിക്കണം. അത്
എത്രത്തോളം പ്രായോഗികമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കാലടി പാലം ഇൻസ്പെക്ഷൻ്റെ പേരിൽ കുറച്ച് നാൾ അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ടൂ വീലേഴ്സും ഒക്കെ പോയിരുന്നതായിട്ട് ഞാൻ ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമസ്കാരം. ബൈ ബൈ.